ഹായ്, എൻ്റെ പേര് ജ്യോതിക. ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത്. ഞാനിവിടെ ബ്രെയിൻസ് അക്കാഡമിയിൽ SAP FICO കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ഡിഗ്രി BCom കോർപ്പറേഷൻ ആയിരുന്നു, പാലക്കാടാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ ലോജിസ്റ്റിക്സ് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ DHL കമ്പനിയിൽ ബാംഗ്ലൂർ വർക്ക് ചെയ്യായിരുന്നു. പിന്നെ അവിടെ നിന്നാണ് നമ്മൾ കുറച്ചും കൂടി ഉയർന്ന പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് SAP പഠിച്ചാൽ കുറച്ചുകൂടി നന്നാവും എന്നുള്ളതുകൊണ്ട് ഞാൻ SAP ചൂസ് ചെയ്യും. SAP എടുത്തുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോജിസ്റ്റിക്സിൽ കുറച്ചുകൂടി ഉയർന്ന പൊസിഷൻ കിട്ടാനും, അതേപോലെ എനിക്ക് അബ്രോഡ് പോകാനാണ് ആഗ്രഹം. അതുകൊണ്ട് അബ്രോഡ് പോകുമ്പോൾ തന്നെ ഈ SAP കുറച്ചും കൂടി ഗുണമായതുകൊണ്ട് ഞാൻ അതിനുവേണ്ടി അത് ചൂസ് ചെയ്യണം. ബ്രെയിൻസ് ഞാൻ കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ റിവ്യൂസും അതേപോലെ പോസിറ്റീവായിട്ട് കുറേ റിവ്യൂസും കുറേ റേറ്റിങ്ങുമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ബ്രെയിൻസ് അക്കാഡമി ആയിരുന്നു. അതുകൊണ്ട് അതിനോട് കുറച്ചുകൂടി താല്പര്യം വന്നുകൊണ്ട് ബ്രെയിൻസ് അക്കാഡമിക്ക് വന്നത്. ഞാൻ എൻ്റെ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ 3 മാസമായിരുന്നു. ഫസ്റ്റ് കോഴ്സ് തുടങ്ങുമ്പോൾ മുതൽ അവസാനം വരെ ഒരേ ഒരു പാറ്റേൺ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഡിഗ്രി ആയാലും +2 ആയാലും കൊമേഴ്സ് ബേസ് ആണെങ്കിൽ കൂടി നമ്മളിപ്പോൾ ഈ SAP പഠിക്കുമ്പോൾ ഒരു +2 ബേസിൽ നമുക്ക് അക്കൗണ്ടിങ് ഫുള്ളുമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതേപോലെ എല്ലാം പറഞ്ഞു തന്ന് അവസാനം ടീച്ചേഴ്സായാലും അവിടുത്തെ ഫെസിലിറ്റീസും എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരേപോലെ നല്ല പോസിറ്റീവായിട്ടും നന്നായി പഠിക്കാൻ തോന്നും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. എക്സാമിൻ്റെ ഒരു ടൈം ആയപ്പോഴേക്കും നമുക്ക് കുറേ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ടീച്ചേഴ്സ് ആയാലും എല്ലാവരായാലും നമ്മൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യാനും നമ്മളെ കൊണ്ട് പറ്റും. അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വൈബ് അവിടെ ഞങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ തന്നെ അബ്രോഡ് പോകണം എന്നുള്ളതിൻ്റെ ആഗ്രഹം ആയതുകൊണ്ടാണ് ബ്രെയിൻസിക്ക് വന്ന് അവിടെ നമുക്ക് SAPയുടെ ഓതറൈസ്ഡ് സർട്ടിഫിക്കറ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത്.